അപ്പോൾ ഇന്ന് നമ്മൾ പേജ് നമ്പർ 46 നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പാരലൽ ലൈൻസ് ആണ്. 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ. അതിൽ പേജ് നമ്പർ 46 നമ്മൾ തേർഡ് പ്രോബ്ലമാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ കുറച്ച് തിയറീസ് നമുക്കിത് കഴിഞ്ഞിട്ട് പറയാനുണ്ട്, അതിലെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ പേജ് നമ്പർ 46 മൂന്നാമത്തെ പ്രോബ്ലം, പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രപ്പീസിയം ദ ഡയഗണൽസ് കട്ട് ഈച്ച് അതർ ഇൻ ദ സെയിം റേഷ്യോ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രപ്പീസിയം. അപ്പോൾ ഞാനിവിടെ ഒരു ട്രപ്പീസിയം വരച്ചിട്ടുണ്ട്. നമ്മുടെ ബുക്കിൽ ട്രപ്പീസിയത്തിൻ്റെ പടമൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ട്രപ്പീസിയം വരച്ചിട്ടുണ്ട്. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത, രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും. ഈ രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അങ്ങനെ വരയ്ക്കുന്ന ഫിഗറിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ട്രപ്പീസിയം ഇതിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, PQRS എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ഡയഗണൽസ് കട്ട് ചെയ്യുന്ന റേഷ്യോ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡയഗണൽസ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽസ് ഞാനിവിടെ വരയ്ക്കാം. ഇതാ ഒരു ഡയഗണൽ, ഇത് ഒരു ഡയഗണൽ നമുക്ക് P-ന്ന് R-ലേക്ക് വരയ്ക്കാം. അതായത് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയഗണൽസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മളിവിടെ PR-ഉം SQയും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗണൽസ് കട്ട് ചെയ്യുന്ന റേഷ്യോ ഈക്വലാണെന്ന് പറയാനാണ്, പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും, ഇതും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു രണ്ട് ലൈനിൽ കൂടെ പോകുന്ന രണ്ടോ അതിലധികമോ പാരലൽ ലൈൻസ് ആ ലൈനിനെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് ഈ രണ്ട് പാരലൽ ലൈൻസിന് പാരലലായിട്ട് ഒരു ലൈൻ കൂടെ നമുക്കിതിൻ്റെ ഈ O കൂടെ വരയ്ക്കാം. സെൻറ്റർ O നമ്മൾ ഈ രണ്ട് ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ഒരു പാരലൽ ലൈനും കൂടെ വരയ്ക്കുക. എന്തിന് പാരലലായിട്ട്? SR-നും അതുപോലെ PQയ്ക്കും പാരലലായിട്ട്. അതിന് ഞാൻ MN എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ MN എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യും? ഈ PQനും അതുപോലെ SR-നും പാരലലാണ്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ SR-ഉം അതുപോലെ MN-ഉം അതുപോലെ PQയും പാരലലായിട്ട് കിട്ടി, അല്ലേ? അപ്പോൾ 3 പാരലൽ ലൈൻസ് കിട്ടി. ആ 3 പാരലൽ ലൈനും ഈ രണ്ട് ലൈനിനെ, ഏത് രണ്ട് ലൈനിനെ? നമ്മുടെ ഡയഗണലായിട്ടുള്ള SQനെയും അതുപോലെ ഈ PR-നെയും, അല്ലേ? ഇത് രണ്ടുമാണ് ഇവിടുത്തെ PR അല്ലെങ്കിൽ RP. ഇവർ രണ്ട് പേരുമാണ് ഇവിടുത്തെ എന്ത് ഡയഗണൽസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ രണ്ട് ഡയഗണൽസിനെ എന്ത് ചെയ്യും? ഈ 3 പാരലൽ ലൈൻസും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം. അപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു തിയറം അതിവിടെ എഴുതേണ്ട ആവശ്യം നമുക്കിവിടെ ഉള്ളൂ. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ വരയ്ക്കണം, എന്നിട്ട് നമ്മൾ ഇതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ എഴുതേണ്ടത് ഇതാണ്, 3 പാരലൽ ലൈൻസ്, അല്ലേ? നമ്മുടെ തിയറം എന്താണ്? എനി 3 parallel lines cut 2 lines in equal ratio, അല്ലേ? 2 or more parallel lines, 2 or more parallel lines passing through 2 lines cut those lines, those lines in the same ratio. ഓക്കെ, അങ്ങനെ ആയാലും എഴുതാം നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 3 പാരലൽ ലൈൻസും അതിൽ കൂടെ പോയി ഈ രണ്ട് ലൈനിനെ, നമ്മുടെ പച്ച കളറിൽ ഞാൻ വരച്ചിട്ടില്ലേ ഡയഗണൽ, അതിനെന്ത് ചെയ്യും? ഈ 3 ലൈനുകൾ, പാരലൽ ലൈനുകൾ, അതിന് ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എഴുതാമല്ലോ. ഇതിന് ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? SQനെ SO/OQ, അല്ലേ? SO/OQ is equal to, ഇവിടെയാണെങ്കിലോ RO/OP, സെയിം റേഷ്യോയിലല്ലേ കട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ SO/OQ is equal to RO/OP, ഇങ്ങനെയും എഴുതാം. ഓക്കെ, അതായത് ഈ അതേ റേഷ്യോയിൽ ഇതിനെ കട്ട് ചെയ്യുന്ന, അതായത് RO/OP എന്ന് പറയുന്നതും SO/OQ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും, റേഷ്യോ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പോയിന്റ് മാത്രം, നിങ്ങളിത് ഈ ഒരു തിയറം മാത്രം ഇതിൽ ഡ്രോ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നിട്ടിത് സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യാമെന്നും എഴുതാം. അടുത്തത് നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ്ങിൻ്റെ അടിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറച്ച് തിയറംസ്. അപ്പോൾ അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു 3 തിയറാണ് ബേസിക്കായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കതൊന്ന്
നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം അവർ പറയണത് ഇതാണ്, ഏതെങ്കിലും ട്രയാങ്കിൾ, അതായത് ഇപ്പോൾ ഏത് ട്രയാങ്കിൾ എടുത്താലും, ഇപ്പോൾ ഞാനിവിടെ വരയ്ക്കാം, ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിന് പാരലലായിട്ട് വരുന്ന ലൈൻ, ഈ സൈഡിന് പാരലലായിട്ട് വരുന്ന ലൈൻ ഈ രണ്ട് സൈഡുകളിൽ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും എന്നാണ് ആദ്യത്തെ തിയറം പറയുന്നത്. അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ, ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിനോട് പാരലലായിട്ട് വരുന്ന ലൈൻ, ഇപ്പോൾ ഈ സൈഡിന് പാരലലായിട്ട് ഇങ്ങോട്ട് വരച്ചാലും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സൈഡ്, ഇപ്പോൾ ഞാൻ ഈ സൈഡ് എടുക്കാം, അതായത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എ ബിക്ക് പാരലലാണ് ഇത് ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ അല്ലേ. അപ്പോൾ എ ബിക്ക് പാരലായിട്ട് നമ്മൾ പി ക്യൂ വരച്ചാൽ, ഈ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈനും എ ബിയും പാരലാണല്ലോ. അപ്പോൾ നമ്മൾ ഈ പാരലായിട്ടുള്ള ഈ പി ക്യൂ എന്ന് പറയുന്ന ലൈൻ ഈ എ സി എന്ന് പറയുന്ന സൈഡിനെയും സി ബി എന്ന് പറയുന്ന സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതാണ് പറയണത്. അപ്പോൾ ഞാനിതിന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എ എന്ന് കൊടുക്കാം, ഇത് എ സ്മോൾ എ, ഇത് സ്മോൾ ബി, ഈ ഒരു പാർട്ട് പി എ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് സ്മോൾ സി, ഇതിനെ നമുക്ക് സ്മോൾ ഡി എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നോക്കിയറിയാം, ഇവിടെ സി കൊടുത്ത കാരണം ഞാനിവിടെ ഇതിനെ സ്മോൾ ഇ എന്നാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അത് ഇവർ പറയുന്നത് ഇപ്പോൾ ഈ എ ബിക്ക് പാരലായിട്ടാണല്ലോ ഈ പി ക്യൂ വരയ്ക്കുന്നത്, പി ക്യൂ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട് പാരലൽ ലൈൻസ്, അതായത് ഒരു സൈഡിന് പാരലായിട്ട് ഏതെങ്കിലും ഒരു സൈഡിന് ട്രയാങ്കിളിൻ്റെ അടുത്ത സൈഡിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ആ ലൈൻ മറ്റ് രണ്ട് ലൈനുകളെ, ആ ട്രയാങ്കിളിൻ്റെ മറ്റ് രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ, ആ ലൈനുകളെ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അതായത് ഇവിടെ എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു എ ഈസ് ടു ബി ഇസ് ഈക്വൽ ടു ഇ ഈസ് ടു ഡി എന്ന് വരും. അതാണ് ഇവരിതിൽ പറയുന്നത്. അതായത് എയും ബിയും ഒരു റേഷ്യോയിൽ കട്ടാവും, അതുപോലെ ഇയും ഡിയും സെയിം റേഷ്യോയിൽ കട്ടാവും. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എ ബൈ ബി ഇസ് ഈക്വൽ ടു ഇ ബൈ ഡി എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇത്രയേ അതിൽ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു തിയറൊക്കെ ആവശ്യം വരും. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. അതായത് ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിന് പാരലലായിട്ട് വരയ്ക്കുന്ന ലൈൻ മറ്റ് രണ്ട് സൈഡുകളെ, ആ ട്രയാങ്കിളിൻ്റെ മറ്റ് രണ്ട് സൈഡുകളെ എന്ത് ചെയ്യും, ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. അപ്പോൾ എന്താ എഴുതുക, ഇൻ എനി ട്രയാങ്കിൾ വൺ ലൈൻ പാരലൽ ടു any side of the triangle, cut the other two sides in same ratio. ഈ എഴുതിയതിൻ്റെ മീനിങ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു സൈഡിന്, ഇപ്പോൾ എ ബി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് വരച്ച പി ക്യൂ, അത് മറ്റ് രണ്ട് സൈഡായിട്ടുള്ള എ സിനെയും സി ബിനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അതായത് ഇവിടെ ഞാൻ ഈ കുഞ്ഞ പാർട്ടുകളെ എന്നും ഇതിന് ബിന്നും ഇന്നും ഡിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ എ ഈസ് ടു ബി ആയിരിക്കും, ഇ ഈസ് ടു ഡി. ഓക്കെ, അതാണ് ആദ്യത്തെ തിയറം. അടുത്ത തിയറം പറയുന്നത്, അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിനെ ഇതുപോലെ തന്നെ എ ബി സി അല്ലേ, ഈ ഒരു ലൈനിന്, അതായത് ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ, ഇതിന് ഞാൻ ഇത് പാരലായിട്ട് വരച്ചു, അതായത് എ ബിക്ക് പാരലായിട്ട് പി ക്യൂ എന്ന് പറഞ്ഞ ലൈൻ വരച്ചു. ഇവിടുത്തെ പോലെ തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസം അവർ പറയുന്നത്, വ്യത്യാസമല്ല വേറൊരു രീതിയിലാണ് ഇത് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതും പാരലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഒരു സൈഡിന് നമ്മൾ പാരലായിട്ട് വേറൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ എന്ത് കൊടുക്കാം, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ എ എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കാം. ഇത് എ ആണെന്ന് വിചാരിക്കുക. അതായത് എ സി എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് എ ആണെങ്കിൽ, അപ്പോൾ നേരത്തെ നമ്മളിവിടെ ഇതിന് പേര് കൊടുത്തതിന് പകരം ഞാനിവിടെ വേറെ പേര് കൊടുക്കുന്നുണ്ട്. എന്ത് കൊടുക്കാം, എൽ എം എൻ ഒ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എൽ എം എൻ ഒ, ഇതല്ല ഈ ഒരു കഷ്ണം കേട്ടോ, പി സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലേ നമുക്കിതിനെ എങ്ങനെ എഴുതാം, അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഫുൾ ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്, സ്മോൾ ബി എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്തെഴുതാം, അതായത് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിന് പാരലായിട്ട് നമ്മൾ വേറൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ ഈ കഷ്ണത്തിനെ സെയിം പാർട്ടാക്കുന്ന പറയുന്നത്. പാർട്ടാന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം, എൽ ബൈ എ ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ എൽ ബൈ എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൻ്റെ ഇത്രയും ഭാഗം അല്ലേ, എൽ എന്ന് പറഞ്ഞാൽ അതേ ബൈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിലെ അതേ ഭാഗത്തിൻ്റെ അതേ പാർട്ട് തന്നെ, അതായത് എൻ അല്ലേ, എൻ ബൈ ബി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാലോ, ഈ ഭാഗം ഈ പാർട്ട് എന്തായിരിക്കും, ഈ പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കഷ്ണം അല്ലേ, ഈ പാർട്ടിന് എം എന്ന് കൊടുത്തൂടെ, അതായത് എം ബൈ ദ ഹോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ എ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതെന്തിന് ഈക്വൽ ആയിരിക്കും, ഈ പാർട്ട്, അതായത്
ഒ എന്ന് പറയുന്ന ഈ പാർട്ട് ബൈ എന്തായിരിക്കും ഈ ഹോൾ ലെങ്ത്ത് ബി. ഓക്കെ, ഒന്നുമില്ല, ഇപ്പോൾ നമ്മളിവിടെ സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ ആദ്യത്തേൽ, അതിന് പകരം ഇവിടെ സെയിം പാർട്ടായിട്ട് കട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സെയിം പാർട്ടായി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ഇതിനൊരു പാർട്ടാക്കിയാണെങ്കിൽ ബാക്കിയുള്ളത് അടുത്ത പാർട്ട്. ഇത് മൊത്തം 6 ആണെങ്കിൽ 2 ആൻഡ് 4 പാർട്ടാക്കാന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് വരെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ നിങ്ങളുടെ 4 സെൻറ്റിമീറ്റർ. അതായത് ഈക്വൽ പാർട്ടുകളാക്കിയിട്ട് അതിനെ കട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് എൽ ബൈ ഹോൾ ലെങ്ത് ഇസ് ഈക്വൽ ടു ഈ സൈഡിൽ എന്തായിരിക്കും എൻ ബൈ ഇവിടുത്തെ ഹോൾ ലെങ്ത് ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ എം ബൈ ഹോൾ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒ ബൈ ഹോൾ ലെങ്ത് ആയിരിക്കും. ഓക്കെ, ഈക്വൽ പാർട്ടാക്കിയിട്ട് അതിനെന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഇവിടെ ഈക്വൽ റേഷ്യോ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് എ ഈസ് ടു ബി എന്ന് പറയുന്നത് ഇ ഈസ് ടു ഡി ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ പാർട്ടുകളാക്കിയിട്ട് മാറ്റും. അപ്പോൾ നമ്മളിത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടെ ഇത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇനി തേർഡായിട്ട് നമുക്കൊരു തിയറം കൂടെ പറയുന്നുണ്ട് അതിൽ. അതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇതിൻ്റെ നേരെ ഒരു റിവേഴ്സ് ആയിട്ടാണ് അത് പറയുന്നത്. റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ട്രയാങ്കിളിന് ഇപ്പോൾ എ ബി സി അല്ലേ, അതിന് പാരലായിട്ട് വരച്ചൊരു ലൈൻ ഒരു സൈഡിന്, ഇപ്പോൾ എ ബിക്ക് പാരലായിട്ട് ഞാനൊരു സൈഡ് വരച്ചു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇതിൽ അത് ഈ 2 ലൈനിന് ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ഒരു എ ബി എന്ന് പറയുന്ന ലൈനിൽ വേറൊരു ലൈൻ ഇതിനെ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ കുഞ്ഞ് ഇതിനെ നമ്മൾ ഈ ഡി എന്നല്ല ഇവിടെ കൊടുത്തത്, ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൈൻ നമ്മളിപ്പോൾ വരച്ച ലൈൻ എന്തായിരിക്കും, എ ബിക്ക് പാരലായിരിക്കും. എങ്ങനെയാണെങ്കിലാണ് അപ്പോൾ ഇതിൻ്റെ തിയറം നമ്മൾ എഴുതിയില്ല അല്ലേ. ഇതിൻ്റെ തിയറം ഒന്നുമില്ല, ഈ സെയിം റേഷ്യോയുടെ അവിടെ സെയിം പാർട്ട് എന്നാവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഇങ്ങനെയാണ് വരിക, ഇൻ എനി ട്രയാങ്കിൾ വൺ ലൈൻ parallel to any side of the triangle cut the other 2 sides in same part. ഒരേ പാർട്ടിലായിട്ട് കട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ മൂന്നാമത്തെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയില്ലേ, അതിൻ്റെ നേരെ റിവേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രയാങ്കിളിൻ്റെ 2 സൈഡുകളിനെ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ അത് അതിൻ്റെ മൂന്നാമത്തെ സൈഡിന് പാരലായിരിക്കും. ഓക്കെ, ഈ എഴുതിയതിൻ്റെ ഒരു റിവേഴ്സ് ഫോമിൽ എഴുതണു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം അല്ലേ. എന്താണ്, ഇഫ് എ ലൈൻ കട്ട് the two sides of a triangle, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഈ 2 സൈഡുകളെ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യാം. കട്ട് എനി 2 sides of a triangle in same ratio, then that line is parallel to the third side എന്ന് ഉദ്ദേശിക്കുന്നത് അതർ സൈഡ്, മറ്റേ സൈഡ്. അതായത് ഈ രണ്ട് ലൈനിനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ലൈൻ എന്ത് ചെയ്യുന്നത് ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ നമ്മുടെ അതിൻ്റെ മൂന്നാമത്തെ ലൈനിനോട് എന്തായിരിക്കും, പാരലലായിരിക്കും. ഇതാണ് അടുത്ത തിയറം പറയുന്നത്. ഈ ഒരു 3 തിയറും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പ്രോബ്ലം വരുമ്പോഴും ഈ ഓരോ തിയറം അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് പേജ് നമ്പർ 50 വരുന്ന ഫസ്റ്റ് എക്സസൈസ് പ്രോബ്ലത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഇൻ ദ പിക്ചർ ബിലോ ദ ഗ്രീൻ ലൈൻ ഈസ് പാരലൽ ടു റൈറ്റ് സൈഡ്സ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ. അതായത് ഈ ബ്ലൂ ട്രയാങ്കിളിൽ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ലൈൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഈ ലൈൻ ഉണ്ടല്ലോ അതിന് പാരലാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു പേര് കൊടുക്കാം, ട്രയാങ്കിൾ ABC. അപ്പോൾ ഈ ഗ്രീൻ ലൈനിന് ഞാൻ വേണമെങ്കിൽ PQ എന്ന് പേര് കൊടുക്കാം. അതായത് ഗ്രീൻ ലൈനായിട്ട് കൊടുത്തിരിക്കുന്ന ഈ PQ എന്ന് പറയുന്നത് പാരലൽ ടു ഈ സൈഡ്, അതായത് BC. ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഗ്രീൻ ലൈൻ പാരലൽ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമ്മളോട് പറയാണ് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ പീസസ് ഇൻ ടു വിച്ച് ദിസ് ലൈൻ കട്ട് ദ ലെഫ്റ്റ് സൈഡ് എന്ന്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്, ഈ സൈഡിനെ ഏതൊക്കെ റേഷ്യോയിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് കട്ട് ചെയ്യുക, ഏതൊക്കെ ലെങ്ത്തിലായിരിക്കും കട്ട് ചെയ്യാന്ന്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. AC-യുടെ ടോട്ടൽ ലെങ്ത്ത് ആണ് 6 സെൻറ്റിമീറ്റർ. പക്ഷേ ഈ ലൈൻ ഇവിടെ കട്ട് ചെയ്യുന്ന റേഷ്യോ അല്ലെങ്കിൽ ലെങ്ത്ത്, അതായത് A തൊട്ട് P വരെ എത്ര ഡിസ്റ്റൻസ് ആണ്, അതായത് AP എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് എത്രയാണ്, അതുപോലെ തന്നെ ഇവിടെ PC-യുടെ ലെങ്ത്ത് എത്രയാണ്, ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് എത്ര ലെങ്ത്തിലാണ് ഇവരെ രണ്ടുപേരും കട്ട് ചെയ്യാന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഇവിടെ ഓൾറെഡി AB-ക്ക് ഒരു റേഷ്യോ അവർ തന്നിട്ടുണ്ട്. AB എന്ന് പറയുന്ന ലൈൻ
നമുക്ക് എങ്ങനെയാണ് എ ക്യൂ ഈസ് ടു ക്യൂ ബി അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. എ തൊട്ട് ക്യൂ വരെ, ക്യൂ തൊട്ട് ബി വരെ. അതിൻ്റെ റേഷ്യോ 3:5 അല്ലേ. അപ്പോൾ അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കുമല്ലോ എ സിനെയും ഈ പാരലൽ ലൈൻ കട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ട്രയാങ്കിളിലെ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച തിയറം എന്താണ്, ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിന്, ഇവിടെ നോക്കിയാൽ ബി സി എന്ന് പറയുന്ന സൈഡിന് പാരലലാണ് ഈ പി ക്യൂ അല്ലേ. അപ്പോൾ ഒരു സൈഡിന് പാരലായിട്ട് വരുന്ന അടുത്ത ലൈൻ ഈ രണ്ട് സൈഡുകളെ, അതായത് എ സിനെയും എ ബിനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എ ബിനെ 3:5 റേഷ്യോയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോയിൽ തന്നെ ആയിരിക്കുമല്ലോ ഈ 6 സെൻറ്റിമീറ്ററിനെയും കട്ട് ചെയ്യാം, എ സിനെയും കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3:5 റേഷ്യോയിൽ തന്നെ ഇതിനെയും കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമുക്ക് ഇവിടെ 3:5 അല്ല റേഷ്യോ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ റേഷ്യോയിൽ തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ ആ തിയറം ഒന്ന് എഴുതി വയ്ക്കാം. അതായത് പി ക്യൂ പാരലൽ ടു ബി സി അല്ലേ. സോ പി ക്യൂ കട്ട് എ സി ആൻഡ് ബി എ ബി ഇൻ ദ സെയിം റേഷ്യോ. ഇതിൻ്റെ തിയറം എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? തിയറം എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ എന്താണ്, എ ലൈൻ പാരലൽ ടു വൺ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ, then that line cut the other two sides of the triangle in the same ratio. സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. അതായത് ഇതിന് പാരലാണ് ഇത് എങ്കിൽ ഈ ലൈൻ ഈ രണ്ട് സൈഡുകളെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യും. ഇവിടെ ഒരു സൈഡിൻ്റെ റേഷ്യോ 3:5 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതേ റേഷ്യോയിൽ തന്നെ നമുക്ക് ഈ 6 സെൻറ്റിമീറ്ററിനെ കട്ട് ചെയ്യാം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഈ ഒരു റേഷ്യോയിൽ എങ്ങനെ കട്ട് ചെയ്യാം? അപ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ലെങ്ത് 6 ആണ് അല്ലേ. 6നെയാണ് നമുക്ക് ഈ ഒരു 3:5 റേഷ്യോയിലേക്ക് ലെങ്ത്തിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ 6 ഇൻറ്റു ഈ 3 പാർട്ട്, ഈ ഒരു ഭാഗം അറിയണമെങ്കിൽ നമുക്ക് 3 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഈ റേഷ്യോ 8, 3/8 നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അല്ലേ. അപ്പോൾ ഈ 6 ടോട്ടൽ ലെങ്ത്തിന് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 3, ഇത് മൊത്തം എത്രയാണ്? ഈ മൊത്തം 8 അല്ലേ ഇത്. അപ്പോൾ ഈ ഒരു ഭാഗം 3 ആണ് അല്ലേ. അപ്പോൾ 6ൻ്റെ 3/8 പാർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എത്രയാണെന്ന് കിട്ടും നമുക്ക്? ഇത് രണ്ടിൻ്റെ ടേബിളിൽ 3, 4, 3, 9/4 എന്ന് കിട്ടും അല്ലേ. 9/4. ഈ 9/4നെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം. 9/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 and 1/4 എന്ന് കിട്ടും. 2 and 1/4. ഇനി അടുത്തത്, അപ്പോൾ ഈ ഭാഗം നമുക്ക് എന്ത് കിട്ടും? ഇതിനെ 2 and 1/4 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് ഇതിനെയാണ് കട്ട് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്ററിനെ ഇതിൻ്റെ 5/8 പാർട്ട് കാണണം. 5 ടോട്ടൽ ലെങ്ത്ത് 8. അപ്പോൾ ഇത് വീണ്ടും കട്ട് ചെയ്ത് 3, ഇവിടെ 4, അപ്പോൾ 15/4 എന്ന് കിട്ടും. അപ്പോൾ 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 3 12, ബാക്കി 3, അതായത് 3 and 3/4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഒന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? 2 and 1/2 ഈ ലെങ്ത്ത്, പിന്നെ 3 and 3/4. ഇത് എത്ര കിട്ടി? 3 and 3/4. നമുക്ക് എ പി is equal to 2 and 1/4 എന്നും കിട്ടും, പി സി 3 and 3/4 എന്നും കിട്ടും.